ഇനി നമുക്ക് സമൂസ റെസിപ്പി ആയാലോ. ഇത് ചിക്കൻ സമൂസയൊന്നുമല്ല കേട്ടോ, ഇത് സോസേജ് സമൂസയാണ്. ചിക്കൻ്റെ അതേ ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. അതൊരു ബ്രൗൺ കളറാകുമ്പോൾ ചെറുതായി അരിഞ്ഞുള്ള സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 സവാളയാണ് എടുത്തേക്കുന്നത്. അതും ഒന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമ്മളെ മെയിനായിട്ടുള്ള സോസേജ് ഇട്ട് കൊടുക്കാം. ഞാൻ സോസേജ് ഒന്ന് വേവിച്ചിട്ടാട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണേ. എന്നിട്ട് അതൊന്ന് വാടി കിട്ടുമ്പോൾ നമ്മുടെ മെയിനായിട്ടുള്ള പൊടികൾ ആഡ് ചെയ്യാം. ഞാനിവിടെ പൊടികളായിട്ട് എടുത്തേക്കുന്നത് ആവശ്യത്തിന് മുളക് പൊടി, എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പിന്നെ ഉപ്പ്. പിന്നെ നിങ്ങൾക്ക് എരിവ് വേണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ഫ്ലേവർ വേണമെങ്കിൽ അതിലേക്ക് നമുക്ക് കുരുമുളകും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് നല്ലതുപോലെ ആ പൊടികളൊന്ന് പറ്റാൻ വേണ്ടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ സമൂസ ഷേപ്പിലാക്കി എടുക്കുക. ഞാൻ അവിടെ സമൂസ ഷേപ്പ് ബോക്സ് ഷേപ്പിലും ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല. അത് നമ്മൾ സമൂസ ആക്കുന്ന പോലെ തന്നെയാണ്. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് ഈ സമൂസ മിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സിമ്പിളായിട്ടുള്ള സമൂസ റെഡി ആയിട്ടുണ്ട് കേട്ടോ.